നിങ്ങൾ നിങ്ങളുടെ ബോഡി നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ബാഡ് സ്മെല്ല് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ വീഡിയോ തികച്ചും നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അത്തരം കുറച്ച് ടിപ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഒരു ഗ്രേറ്റ് സ്മെല്ലിംഗ് മാനായിട്ട് മാറാൻ കഴിയുന്നതായിരിക്കും. അതിലൊന്നാമത്തെയാണ് ബോഡി വാഷ്. ബോഡി വാഷുകൾ അതിശക്തമല്ല, പക്ഷെ അവ നിങ്ങളുടെ ചർമ്മത്തിന് നല്ലതും വളരെ സൂക്ഷ്മവുമായ ഒരു സുഗന്ധം നൽകും. കൊളോണിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾ ശ്രദ്ധിക്കാനായി അല്പം എടുക്കേണ്ടി വരും, പക്ഷെ അത് എല്ലായ്പ്പോഴും അത്ര മോശമായ കാര്യമൊന്നുമല്ല. മികച്ചൊരു ബോഡി വാഷ് നിങ്ങളുടെ ചർമ്മത്തെ വൃത്തിയുള്ളതും ആരോഗ്യപ്രദവും ഈർപ്പമുള്ളതുമാക്കി നിലനിർത്തുന്നു. ബോഡി വാഷ് നിങ്ങൾക്ക് അനുയോജ്യമല്ല എങ്കിൽ സ്വാഭാവിക ചേരുവകളുള്ള ഒരു പ്രീമിയം ബോഡി ബാർ തിരഞ്ഞെടുക്കുക. സ്വാഭാവിക ബോഡി ബാർ നിങ്ങളുടെ ചർമ്മത്തെ ശുദ്ധീകരിക്കുക മാത്രമല്ല, ദുർഗന്ധമകറ്റാൻ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത് വരുന്നതാണ് ഡിയോഡ്രന്റ്. ഇത് നൽകിയതായിരിക്കണം, എന്നിട്ടും ഞങ്ങൾക്കത് ഒഴിവാക്കാനാവുന്നില്ല. ഡിയോഡ്രന്റ് ധരിക്കുക. സുഗന്ധമുള്ള ഡിയോഡ്രന്റും നിങ്ങൾക്ക് ഒരു സൂക്ഷ്മമായ എന്നാൽ അമിതമായ സുഗന്ധം നൽകുന്നു. മണമില്ലാത്തൊരു ഡിയോഡ്രന്റ് പോലും നിങ്ങളുടെ ശരീരം ആ ദിവസം മുഴുവൻ ഉൽപ്പാദിപ്പിച്ചേക്കാവുന്ന അസുഖകരമായ ആ ഒരു സ്മെല്ല് മറയ്ക്കുന്നു. അലൂമിനിയം രഹിതവും മറ്റ് ദോഷകരമായ രാസവസ്തുക്കളുമില്ലാത്ത ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചുരുങ്ങിയ സമയത്തേക്ക് വിയർപ്പ് മറയ്ക്കാത്ത പ്രകൃതിദത്ത ഡിയോഡ്രന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ദിവസം മുഴുവനും ഒരു പുതിയതും സ്വാഭാവികവുമായ മണം ഉണ്ടാകാതിരിക്കാൻ ശരിക്കും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം വേണം. അടുത്തതായിട്ട് ഒരു ബോണസ് ടിപ്പാണ്, നിങ്ങളെപ്പോഴും ഷർട്ട് ഇട്ടതിന് ശേഷം ഡിയോഡ്രന്റ് ഇടുക. അത് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു സ്വെറ്റിന്റെ ദുർഗന്ധം കുറയ്ക്കാനായിട്ട് കൂടുതൽ സഹായിക്കും. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. നിങ്ങളുടെ ശരീരം പോലെ തന്നെ നിങ്ങളുടെ മുടിക്കും അസുഖകരമായ ഒരു സ്മെല്ല് പുറത്തുവിടാൻ കഴിയും. പ്രത്യേകിച്ച് തുപ്പികൾ ധരിക്കാനുള്ള ഒരു താല്പര്യം വളരെ അധികമായി കാണിക്കുന്നു നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഇത് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ് ബ്രഷ് യുവർ ടീത്ത്. നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റ് പല്ലേക്കുന്നത് മാത്രമല്ല, അതിനു പകരം നിങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നതും ഫ്ലോസ് ചെയ്യുന്നതും ഉറപ്പാക്കുക. നിങ്ങളുടെ പല്ലുകളെ ആരോഗ്യമായി നിലനിർത്തുക മാത്രമല്ല, നിങ്ങളുടെ ശ്വാസം പുതുമയോടെ നിലനിർത്തുകയും ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കോഫി ബ്രത്ത് ഇൻ ദ മോർണിംഗ്, പിന്നെ നിങ്ങളുടെ സാൻഡ്വിച്ചുള്ള ഉള്ളി, അതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് വളരെ ഫ്രഷായും വൃത്തിയായും സൂക്ഷിക്കുക. ദിവസം 3 പ്രാവശ്യം ബ്രഷ് ചെയ്യുക. അത്തരം പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിൽ ഒരു പാക്ക് ഗമ്മ് കൊണ്ടുപോകുന്നത് അത്ര മോശമായ ശീലമൊന്നുമല്ല. മാത്രമല്ല, കാറിലൊരു ട്രാവൽ സൈസ് ബോട്ടിൽ ഓഫ് മൗത്ത് വാഷ് ഒരു ഘട്ടത്തിൽ അനിവാര്യമായും ഉപയോഗപ്രദമാകും. നമ്മുടെ ലിസ്റ്റിൽ 5ാമത് വരുന്നതാണ് ബിയർഡ് ബാം ആൻഡ് ഓയിൽ. നിങ്ങൾക്ക് താടി ഉണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. അത് ദുർഗന്ധം പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു മികച്ച ബിയർഡ് ബാം അല്ലെങ്കിൽ ഓയിൽ നിങ്ങളുടെ താടിക്ക് നല്ലൊരു ലുക്ക് മാത്രമല്ല, ഒരു അമേസിംഗ് ഫീലും കൂടി തരുന്നതായിരിക്കും. ഉച്ചഭക്ഷണത്തിന് നിങ്ങൾ കഴിച്ച ഫുഡിന്റെ മണം പോലെ ആകില്ലെന്നും ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ താടിയിൽ എണ്ണ തേച്ച് അതിന്റെ മണം വളരെ നല്ലതാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ഉറപ്പുവരുത്തുക. നമ്മുടെ ലിസ്റ്റിലെ 6ാമത്തെയും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് ക്ലോത്തിങ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ജോഡി വൃത്തികെട്ട വസ്ത്രങ്ങൾ മണം പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളുടെ വസ്ത്രങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്. ഒരു ബാഡ് സ്മെല്ല് പുറത്തുവിടുന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ബ്യൂണമണമില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഒരു ഉപായ മാർഗമാണ്. നിങ്ങൾ വസ്ത്രങ്ങൾ ധരിച്ച ശേഷം അവയിൽ അവശേഷിക്കുന്ന വിയർപ്പും അഴുക്കും നീക്കം ചെയ്യാനായി നിങ്ങൾക്ക് ഡിയോഡ്രന്റുകളും ഫാബ്രിക് സോഫ്റ്റ്നറുകളും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു വസ്ത്രം ധരിക്കാനുള്ള സമയമാകുന്നതുവരെ, അതായത് നിങ്ങൾ ആ ഒരു ഡ്രസ്സ് ഇടാനായി എടുത്ത് ഉയർത്തുന്നത് വരെ നിങ്ങൾക്ക് അതിന് നല്ലൊരു സുഗന്ധം കീപ്പ് ചെയ്യണം, അതായത് അതിന് നല്ലൊരു സ്മെല്ല് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു പെർഫ്യൂമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലൊരു സുഗന്ധം നൽകുന്ന ഒരു വസ്തുവോ അതിനുവേണ്ടി ഉപയോഗിക്കാവും. നമ്മുടെ ലിസ്റ്റിൽ 7ാമത് വരുന്നതാണ് ഷൂ ആൻഡ് ഫുഡ് സ്പ്രേ. മിക്ക ആണുങ്ങളും കോമണായി ചെയ്യുന്നൊരു കാര്യമാണ് അവരുടെ പാദങ്ങളെ അവഗണിക്കുക എന്നത്. എന്നാൽ ഇനി അത് അവസാനിപ്പിക്കാനുള്ള സമയമായി. ചിലപ്പോൾ നിങ്ങളുടെ പാദങ്ങളിൽ നിന്നായിരിക്കും ആ ഒരു ബാഡ് സ്മെല്ല് വരുന്നത്, അതിലും കൂടുതലായി നിങ്ങളുടെ ഷൂസിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫുഡ് ഡിയോഡ്രന്റ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പാദങ്ങളിൽ നിന്നും വരുന്ന ഒരു ബാഡ് സ്മെല്ലിനെ അകറ്റി നിർത്താനായി നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഷൂ സ്പ്രേ ദുർഗന്ധവും ബാക്ടീരിയയും നിങ്ങളുടെ ഷൂവിൽ നിന്നും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഇത് ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഷൂ അഴിച്ചു വെച്ച് വിശ്രമിക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസം നൽകും. നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ഡയറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു എന്നത് ഉറപ്പാക്കുക. കാരണം ഇത് വെളുത്തുള്ളി, ഉള്ളി, കോഫി ബ്രത്ത് തുടങ്ങിയ അസുഖകരമായ ആ ഒരു സുഗന്ധങ്ങളെല്ലാം കളയുന്നതിനായി നിങ്ങളെ സഹായിക്കുന്നു. കൂടാതെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ശ്രദ്ധിക്കുക.
അതായത് ചൈസ്, ചീസ്, അസ്പരഗസ് തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ രൂക്ഷമാണ്. ഇത് നിങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ബോഡി കൂടുതൽ ദുർഗന്ധങ്ങളിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ ചുറ്റുപാടുകൾ അറിയുക. ഈ പറഞ്ഞ ഫുഡുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നൈറ്റിൽ കഴിക്കാൻ നല്ലതാണ്. ബട്ട് ഡേറ്റ് നൈറ്റ് വരുമ്പോൾ ജസ്റ്റ് സ്റ്റിക്ക് ടു എ സ്റ്റീക്ക് ആൻഡ് സാലഡ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ you will for sure start smelling unbelievably good. So now that's it. Catch you on the next video.